ഫണ്ണായിരുന്നു. സെക്കൻഡ് പാർട്ടില് രാജേഷ് മാധവൻ സാർ എൻ്റർ ആയപ്പോൾ ശരിക്കും നല്ല രസമായിരുന്നു. ഭയങ്കര ഫണ്ണായിരുന്നു. ആക്ച്വലി അവർ പാലക്കാടൻ, സോ പാലക്കാടൻ മൂവി ആ സ്ലാങ്ങിൽ കാണാൻ സോ ഹാപ്പി. നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. നല്ല കോമഡി ഉണ്ട്. രാജേഷ് മാധവൻ ഇഷ്ടമായി. നാച്ചുറൽ നല്ല അഭിനയം, നല്ല നാച്ചുറലായിട്ടുണ്ട്. നല്ല അഭിനയം കോമഡിയാ. ഒരു വെറൈറ്റി സിനിമ കാണാത്ത എല്ലാവരും പുതുമുഖം. രാജേഷ് മാധവൻ മാത്രമേ ഉള്ളൂ, പിന്നെ ടോവിനോയുടെ ശബ്ദമുണ്ട്. നല്ല പടമാണ്, നല്ലൊരു മേക്കിംഗ് ആണ്. നല്ലൊരു രാജേഷിൻ്റെ ഒരു വ്യത്യസ്തമായൊരു പ്രമേയം അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. എടുത്തു പറഞ്ഞിട്ട് ചെമ്മൻ ചാക്കോയുടെ എഡിറ്റിങ്ങിലാണ് കഥ പോകുന്നത്. കിടിലം പടം എന്ന് വെച്ചാൽ വെളിവില്ലാത്ത ഗ്രാമത്തിൽ വെളിവുള്ള ഒരു പട്ടി മാത്രം, അതാണ് പടത്തിൻ്റെ തീം. അടിപൊളി. രാജേഷ് ബുദ്ധിപരമായിട്ട് പടം ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. ഒരു വെറൈറ്റി മേക്കിംഗ് കേട്ടോ, എന്ന് വെച്ചാൽ എല്ലാവർക്കും പിടിക്കണം. നല്ല വെറൈറ്റി മേക്കിംഗ്, അപ്പോൾ നന്നായിട്ട് രാജേഷ് ചെയ്തിട്ടുണ്ട്. അടിപൊളി കോമഡി മൂഡിലാണ് പോകുന്നത്. കോമഡി മൂഡിലാണ് പടം പോകുന്നത്. നല്ലൊരു കിണ്ണം പടം. പ്രേക്ഷകർക്ക് എന്താ പറയാനുള്ളത്? പ്രേക്ഷകർക്ക് ഇങ്ങനെയാണ് ആൾക്കാർ കണ്ടിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. എല്ലാവരും കയറി കാണും. ഞാനിത് ആദ്യം ഷോ കഴിഞ്ഞിട്ട് ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുപ്പാവില്ല. ഓക്കെ, താങ്ക് യു. നല്ല പടമാണ്. പടം കണ്ടു കഴിഞ്ഞ് ഇതിലാണ് നല്ല പടമാണ്. കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയും. കുറേ പുതുമുഖങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. പടം നന്നായി വന്നിട്ടുണ്ട്. എല്ലാവരും പടം കാണും, സപ്പോർട്ട് ചെയ്യും. 100ഓളം പുതുമുഖങ്ങളുണ്ട്, കുറേ മൃഗങ്ങളുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഞങ്ങളുണ്ട് അതിൽ. സോ ഞങ്ങളെക്കാളും കൂടുതൽ നിങ്ങൾ വേണം കണ്ടിട്ട് പറയാൻ എങ്ങനെയുണ്ട്. സോ ഞങ്ങൾ ആ ഒരു തരിപ്പിൽ ഒരു ഇമോഷനിൽ നിൽക്കുകയാണ്. സോ കണ്ടിട്ട് നിങ്ങൾ വേണം പറയാൻ. വർക്ക് അവസാനം കണ്ടിട്ട് പറയും എങ്ങനെയുണ്ട്. കോമഡിക്ക് വർക്കായോ? നല്ല പടമായിരുന്നു. രാജേഷ് മാധവൻ്റെ ഒരു ഡയറക്ഷനിൽ വന്നപ്പോൾ എങ്ങനെയുണ്ട് മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഡയറക്ഷൻ? രാജേഷ് മാധവൻ്റെ ആദ്യത്തെ ഒരു ഡയറക്ഷനാണല്ലോ. അപ്പം ഡയറക്ഷൻ നല്ലായിരുന്നു, സിനിമാറ്റോഗ്രാഫി നല്ലായിരുന്നു. ഒരു കോമഡി ഫൺ മൂഡിലാണോ പടം പോകുന്നത്? കോമഡിയും കുറച്ച് ചിന്തിപ്പിക്കാനും മൊത്തത്തിലുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല സിനിമയാണ്. നല്ല പുതിയൊരു രസമുള്ള ഒരു അപ്രോച്ചായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയൊരു സന്തോഷമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പടം കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു ഫീൽ? എങ്ങനെയുണ്ട് പടം? ഞാൻ മുൻപ് I50 കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും രസമുണ്ട്. ഭയങ്കര നമുക്ക് ഇമോഷണലി ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേഴ്സണൽ ഓർമ്മകളുള്ള നല്ല രസമുള്ള ഒരു പ്രോസസ്സിലൂടെ കടത്തിവിട്ട ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ പൊളിറ്റിക്സ് പറയുന്നുണ്ടോ സിനിമയിലൂടെ ഒരുപാട് പൊളിറ്റിക്സുകൾ നമുക്ക് വേണമെങ്കിൽ വായിച്ചെടുക്കാൻ കഴിയാവുന്ന ഒരുപാട് രസമുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒന്നും സ്പൂൺ ഫീഡിങ് ചെയ്യുന്ന ഒരു പോലെ ഒരു സിനിമയല്ല ഇത്. കാണാം, നിങ്ങൾക്ക് ഒരു കഥയായിട്ട് കാണണമെങ്കിൽ അങ്ങനെ കാണാം, അല്ലെങ്കിൽ പൊളിറ്റിക്കലി കാണണമെങ്കിൽ അങ്ങനെ കാണാം. അങ്ങനെയാണ് എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് അങ്ങനെ എല്ലാ ടൈപ്പ് മനുഷ്യന്മാർക്കും കറക്റ്റ് ആവും. സിനിമ ഇഷ്ടപ്പെടുന്ന, എൻ്റർടൈൻമെൻറ്റ് ഇഷ്ടപ്പെടുന്ന, രസമുള്ള വിഷ്വൽസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എല്ലാവരും സിനിമ വന്ന് കാണണം. വളരെ നല്ലൊരു സിനിമയാണ്. ഞാനിതിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രം പറയുന്നതല്ല, എല്ലാ ടൈപ്പ് ഓഫ് ഓഡിയൻസിനും വന്ന് കാണാൻ കഴിയുന്ന ഒരു നല്ല സിനിമയാണ്. അപ്പോൾ എല്ലാവരും വരണം, തിയേറ്ററിൽ തന്നെ വന്ന സിനിമ. ഈ പടത്തിൻ്റെ ടൈറ്റിൽ തന്നെ കുറച്ച് കൗതുകമായിട്ടുള്ളൊരു ടൈറ്റിലാണ്. അപ്പോൾ അതും പടവുമായിട്ട് എന്താണ് കണക്ഷൻ ഉള്ളത് പടം കണ്ടു കഴിഞ്ഞാൽ? അത് ആക്ച്വലി കുറച്ചുകൂടി ഞാനൊക്കെ പറയുന്നതിനേക്കാളും അതിൻ്റെ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്ററൊക്കെ അതിനെപ്പറ്റി സംസാരിക്കുന്ന ഓഡിയൻ എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു പെണ്ണും പൊറാട്ടും എന്ന് പറയുന്ന ഒരു പേരിന് പാലക്കാടിൻ്റെ പൊറാട്ട് നാടകമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമൊന്നും ഇല്ലെങ്കിലും കുറച്ച് കോലാഹലങ്ങളാണ് സിനിമ. മൊത്തത്തിലൊരു ബഹളമാണ് സിനിമ. അതിനകത്ത് നടക്കുന്ന മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഒരു ഫ്രിക്ഷനകത്ത് നടക്കുന്ന അങ്ങനെയൊക്കെ ചുറ്റിപ്പറ്റിയാണ് അതിൻ്റെ കഥ നടക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക, എനർജി കൂടുതലുള്ളൊരു സിനിമയാണ്. അപ്പോൾ നമ്മളത് അങ്ങനത്തെ ഒരു രീതിയിൽ തിയേറ്ററിൽ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്.